മുളയിലെ നുള്ളാൻ സാധിക്കും. അതെ, ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ എൻ എം അരുൺ, ഇപ്പോൾ കോവിഡിന് ശേഷം നമുക്കറിയാം കോവിഡ് ബാധിച്ച ആളുകൾ പലരും പറയുന്നത് അവർ പൊതുവെ വീക്കാണ്, അവർക്ക് പലതരത്തിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കോവിഡ് ബാധിച്ച അത് കുറച്ച് ഗുരുതരമായി ബാധിക്കപ്പെട്ട ആളുകൾക്ക് ഈ രോഗം വളരെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയാലേ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ കോവിഡ് ബാധിച്ചവരിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മറ്റ് വൈറൽ ഇൻഫെക്ഷനുകൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഇന്ന വൈറസ് ആണെന്ന് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവില്ല. ഒരു വൈറൽ ഒരു ഇൻഫ്ലുവൻസ മാതിരിയോ അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷപ്പനി മാതിരി മാറുന്ന ആളുകളിൽ, സാധാരണ മാറുന്ന ആളുകൾ, ചിലപ്പോൾ കോവിഡ് കാര്യമായി ബാധിച്ച ആളുകളിൽ പ്രത്യേകിച്ച് ലങ്സിന് കുറച്ച് ഡാമേജ് ഒക്കെ വന്ന രീതിയിൽ വെന്റിലേറ്ററിലൊക്കെ കുറച്ച് ദിവസം കിടന്നിട്ട് രക്ഷപ്പെട്ട് വന്ന കോവിഡ് ബാധിച്ച ആളുകളിൽ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ പഠനം നടത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു യുക്തിസഹമായി ചിന്തിക്കുമ്പോൾ ഇത് വരുമ്പോൾ HMPV വരുമ്പോൾ ഒരു പക്ഷേ കോവിഡ് കുറച്ച് കാര്യമായിട്ട് ലങ്സിനെ ബാധിച്ച ആളുകളിൽ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും കൂടുതൽ ഡാറ്റ വന്നു കഴിഞ്ഞാൽ, കൂടുതൽ പഠനങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇതിൽ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് തീരെ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പഠനങ്ങൾ കാണിച്ചിരിക്കുന്ന രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞ്, പ്രത്യേകിച്ച് ഈ ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻസ് രോഗപ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ്. അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ഹൈ ഡോസ് സ്റ്റിറോയിഡ് കഴിക്കേണ്ടി വരുന്ന ചില വാതരോഗികൾ അതുപോലുള്ള ആളുകളുണ്ട്. അവരിലും അതുപോലെ ഈ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ലങ്സിന് കാര്യമായ ഡാമേജ് വന്ന ആളുകളിൽ, സിവിയർ ആസ്മയുള്ള ആളുകളിൽ, അവരിലാണ് ഇതുവരെയുള്ള HMPVയുടെ പഠനങ്ങൾ കാണിക്കുന്ന അവരിലാണ് കൂടുതലായിട്ട് സീരിയസ് ആവാനും ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യം വരാനും അപൂർവമായിട്ട് മരണങ്ങൾ നടക്കാനും സാധ്യതയുള്ളത്. അതുകൊണ്ട് കോവിഡ് വന്നു പോയ എല്ലാവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കോവിഡ് സീരിയസ് ആയിട്ട് ലങ്സിനെ ബാധിച്ച ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പോഴും ചെറിയ ശ്വാസം മുട്ടലും ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇതൊരു ന്യൂമോണിയയിലേക്കോ ബ്രോങ്കൈറ്റിസിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്, അങ്ങനെയാണല്ലേ? അതെ. അപ്പോൾ അത് രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് നേരത്തെ മറ്റ് സാധാരണ ജലദോഷപ്പനിയും ഇതും തമ്മിൽ എങ്ങനെ വേർതിരിക്കാന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് വേർതിരിക്കാൻ പറ്റില്ല. ചില സാധാരണ ജലദോഷപ്പനിയുടെ ഒരു വിഭാഗം തന്നെയാണിത്. എന്നാൽ ചില ആളുകളിൽ അത് സീരിയസ് ആവാം. അത് ഇപ്പോൾ ഇൻഫ്ലുവൻസ ആണെങ്കിലും അതുപോലെ H1N1 ആണെങ്കിലും RSV എന്ന് പറയുന്ന വൈറസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ ചില ആളുകളിൽ കുറച്ച് കൂടുതൽ സീരിയസ് ആവാം. അത് നമുക്കൊരു 3-4 ദിവസം കൊണ്ട് കുറയുന്നില്ലെങ്കിൽ, സാധാരണ നമ്മൾ പറയും ജലദോഷപ്പനിയാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് കുറയും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറുമെന്ന് പറയുന്ന മാതിരി ഇതിൽ ഇങ്ങനെയുള്ളൊരു 4-5 ദിവസം കൊണ്ട് വ്യത്യാസം വരുന്നില്ല, തീരെ കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുകയും കൂടുതൽ വല്ല പരിശോധനകൾ നടത്തിയിട്ട് ഇതുപോലെയുള്ള, ഞാൻ HMPV ആവണമെന്നില്ല, അതുപോലെ കുറച്ചുകൂടി സീരിയസ് ആവാൻ സാധ്യതയുള്ള അതുപോലെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിശോധന എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? ഇതിനും സെയിം RT-PCR തന്നെയാണ്. പക്ഷെ നമ്മൾ സാധാരണ നിലയിൽ ഒരു ലാബിലും ഇതിനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാവില്ല. PCR മെഷീൻ ഉണ്ടാവും, പക്ഷേ അതിനു വേണ്ട ആ കിറ്റ്, ഈ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള കിറ്റ് വളരെ റെഫറൻസ് ലബോറട്ടറികളിൽ മാത്രമേ ഇതിൻ്റെ കിറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. സാധാരണ ലബോറട്ടറികളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇതേമാതിരി കുറേ മീഡിയ അറ്റൻഷനൊക്കെ വരുമ്പോൾ കൂടുതൽ ലാബുകളിൽ ഇത് വാങ്ങിച്ച് വെക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എഗെയിൻ എല്ലാവരും ഇതിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭൂരിഭാഗം പേരിലും നേരത്തെ അമർഫെറ്റിൽ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ലിമിറ്റിംഗ് ആയതുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഇന്ന സെൽഫ് ലിമിറ്റിംഗ് ആണെന്ന രീതിയിൽ വെക്കേണ്ട കാര്യമില്ല. ഡോക്ടർക്ക് കാര്യമായിട്ട് സംശയം തോന്നുകയാണെങ്കിൽ മാത്രം, വളരെ ചുരുങ്ങിയ ചില ആളുകൾക്ക് മാത്രം ഇത് ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി വൈറസ് ഇൻഫെക്ഷനുകൾക്ക് നല്ലൊരു സപ്പോർട്ടീവ് കെയർ ആണ് നമ്മൾ കൊടുക്കുക. ആ നല്ല സപ്പോർട്ടീവ് കെയർ എല്ലാ വൈറസുകൾക്കും സിമിലർ ആണ്. അപ്പോൾ ഒരു വൈറൽ ന്യൂമോണിയ ആണ് എന്നുള്ളൊരു ഡയഗ്നോസിസിന് ഒരു എക്സ്റേ ചെസ്റ്റോ ഒരു CT സ്കാനോ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും വൈറൽ ന്യൂമോണിയ ആണെന്നുള്ളത്. ആ വൈറൽ ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് ഒരു എല്ലാത്തിലും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ അത് മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ ഇന്ന വൈറസ് ആണ് എന്ന് ഉറപ്പായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യം ചികിത്സയ്ക്ക് വേണ്ടിയില്ല. പക്ഷേ സർവൈലൻസിന്, നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തരം വൈറസുകൾ ഉണ്ടെന്നും അതൊക്കെ ആരൊക്കെയാണ് ബാധിക്കുന്നതെന്നുള്ള സർവൈലൻസിനും പഠനത്തിനും വേണ്ടിയിട്ട്
ചില റിസർച്ച് ലബോറട്ടറികളിൽ ഇതിൻ്റെ ടെസ്റ്റുകൾ നടത്തേണ്ടതാണ്. അത് നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പല പേപ്പറുകളും അതുപോലെയുള്ള റിസർച്ചുകൾ നടത്തിയിട്ട് ഉണ്ടാക്കിയ പേപ്പറുകളാണ്. അതുപോലെ എന്നാൽ സാധാരണ ഒരു പേഷ്യൻ്റ് ഇത് ഉടനെ പോയി ടെസ്റ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ